എന്തായാലും ചില കാര്യങ്ങൾ എക്സ്പേർട്സിന്റെ അടുത്ത് തന്നെ ചോദിച്ചറിയണം. അപ്പം നമ്മുടെ കൂടെ ഒരു സർട്ടിഫൈഡ് ട്രെയിനർ, ഒരു മെന്റൽ ഹെൽത്ത് കൺസൾട്ടന്റ്, ഒരു പാരന്റിംഗ് മെന്റർ, പേഴ്സണൽ കോച്ച്, ഹിപ്നോട്ടിക് കൗൺസിലർ, വെൽനസ് കൺസൾട്ടന്റ് ഒക്കെ ആയിട്ടുള്ള ക്ലോസ് കൂട്ടുകാരൻ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിചയപ്പെടാം. ക്ലബ് FM 104.8 ഞാൻ അച്ചു എന്ന ക്ലോസ് കൂട്ടുകാരിയാണ്. സച്ചിൻ ബാബു, വെൽക്കം ടു ക്ലബ് FM. നമസ്കാരം. നമസ്കാരം. യെസ്, മുറിവുകൾ ഏൽക്കാത്ത മനുഷ്യരില്ല, പക്ഷെ കാലത്തിന് മുറിവുണക്കാൻ പറ്റും എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സച്ചിൻ എന്താ പറയണേ? പറ്റും, പക്ഷെ അത് വ്യക്തികളനുസരിച്ചിട്ട് സമയമെടുക്കുമെന്നുള്ളതാണ് സത്യം. പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാല് അത് തയ്യാറാവുക എന്നുള്ളതാണ് പ്രൊസീജിയർ. മുന്നോട്ടുള്ള ജീവിതത്തിന് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ തയ്യാറാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റും. മുറിവുകൾ അവിടെ തന്നെ ഉണ്ടാവുമായിരിക്കും. ഒരു പെയിൻഫുൾ ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് നേരിട്ട ഒരാളെ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടി വരിക? അത് സത്യത്തിൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്. അത് ആള് നേരിട്ടിട്ടുള്ളത് എന്താണോ അതനുസരിച്ചിട്ടിരിക്കും സമയം എടുക്കുന്നത്. അയാളെ അത് എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനനുസരിച്ച് അല്ലേ? അതെ, ഓരോ വ്യക്തിയും ബാധിക്കുന്ന രീതി, ഡെപ്ത് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് അത്രയും സമയം തന്നെ എടുക്കും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊന്നുമല്ല, ഞാൻ ജനറൽ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഒരു ഷോക്ക് അല്ലെങ്കിൽ ഒരു ട്രോമ വന്നാൽ അതിൽ നിന്ന് റിക്കവർ ആണെങ്കിൽ ആദ്യം എന്ത് വേണം? അതൊന്ന് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആ ഒരു എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കാര്യം സാധിച്ചാലാണ് അതിന് ശേഷമാണ് പിന്നെ റിക്കവറിക്കുള്ള പോസിബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് നല്ലൊരു എക്സ്പേർട്ടിന്റെ സഹായം തേടായിരിക്കും നല്ലത്. എന്നാലാണ് ആ ട്രോമയിൽ നിന്നൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. ആഫ്റ്റർ ദാറ്റ് ബാക്ക് ടു ലൈഫിലേക്ക് നമുക്ക് വരാൻ പല ടെക്നിക്സ് ഉപയോഗിക്കാം. റിക്കവറി സ്റ്റേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. മാക്സിമം ഹാപ്പി ആകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. യാത്രകള്, അതൊക്കെ നല്ലൊരു സൊല്യൂഷൻസിലേക്ക് വരുന്നതാണ്. അതിനൊക്കെ ആ വ്യക്തി തയ്യാറാവണം. അതെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ആ ട്രോമ സ്റ്റേജിൽ നിന്ന് കടന്ന് റിക്കവറി സ്റ്റേജിലേക്ക് എത്തിയാലാണ് നമുക്ക് ഇതൊക്കെ പോസിബിൾ ആവുള്ളൂ. അതെന്തായാലും എക്സ്പേർട്ടിന്റെ ഹെൽപ്പ് വേണ്ടി വരും. ഇപ്പം പല മനുഷ്യരും ഇതുപോലുള്ള മെമ്മറീസിനെ വിടാനായിട്ട് ചിലപ്പോ വിമുഖത കാണിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതായത് അത്തരം മെമ്മറീസ് അവർക്ക് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട് ഒരുപാട് പേർക്ക്. കാരണം എന്താണെന്ന് വെച്ചാല് അറിയാലോ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാലും വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ എക്സാമ്പിൾ ഒരു ലവ് ഫെയിലിയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അവർക്കത് വേണമെന്നുണ്ടാവും, വേണ്ടെന്നുണ്ടായിരിക്കും. പക്ഷെ എത്ര പോയാലും നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതാണ്. ഓക്കെ, നമ്മൾ ജനിച്ചതിനൊരു അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുപോലെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ മാറ്റം വരുത്തിയേ പറ്റുമെന്ന് തീരുമാനിച്ചാൽ മതി. ബാക്കി സഹായിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പല എക്സ്പേർട്സ് ഉണ്ട്. അപ്പൊ പോസിബിൾ ആണ്. ഡിസിഷൻസ് അവരവനെടുക്കുന്നതല്ലേ. നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണം ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ സച്ചിൻ, എനിവേ താങ്ക് യു സോ മച്ച്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയിപ്പിക്കാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് എനിക്കറിയാം, എന്നാ പോലും താങ്ക് യു. സത്യം അല്ല, പറ്റുന്നത് നമുക്ക് ചെയ്യാലോ, അത്ര ഉദ്ദേശിച്ചുള്ളൂ. സ്റ്റേ ട്യൂൺ. ഇത് ക്ലബ് FM 104.8. ഞാൻ അച്ചു.